അസ്സാം വലൈക്കും. അമാനോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. ഈ ഡിഷിൻ്റെ പേരാണ് പംകിൻ സ്മൂത്തി. മത്തൻ കൊണ്ടൊരു രുചികരമായ വിഭവം. മത്തൻ കൊണ്ട് ഓലനും കറികളും മാത്രമല്ല, പ്രാതലും തയ്യാറാക്കാൻ കഴിയും. വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഈ റെസിപ്പി വളരെ ഉപകാരപ്പെടും. ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതിൻ്റെ പ്രധാന ചേരുവ എന്ന് പറയുന്നത് മത്തനും പഴവുമാണ്. ഞാനിവിടെ 2 കപ്പ് മത്തൻ തോലോടുകൂടി അരിഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തു വച്ചിട്ടുണ്ട്. ഫ്രീസറിൽ 1 മണിക്കൂർ തണുപ്പിച്ച് വെച്ച പഴം, മധുരത്തിനായി 3 ഈത്തപ്പഴം വെള്ളത്തിൽ 15 മിനിറ്റ് കുതിർത്ത് വെച്ചത്, അതുപോലെ 1 പിടി അണ്ടിപ്പരിപ്പ് 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തത്, അതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ. ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തത്. അവസാനമായി 1/2 ടീസ്പൂൺ കറുകപ്പട്ട പൊടിച്ചത്, സിനമോൺ പൗഡർ. ഇനി നമുക്ക് സ്മൂത്തി തയ്യാറാക്കിയതിന് ശേഷം അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, 2 ടേബിൾ സ്പൂൺ ഓട്സ്, 1 ടീസ്പൂൺ ചിയ സീഡ്, ഇവയാണ്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യമായി ഒരു സ്റ്റീമർ എടുത്തു വച്ചിട്ടുണ്ട്. ഈ സ്റ്റീമറിൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മത്തൻ 15 മുതൽ 20 മിനിറ്റ് വരെ സ്റ്റീം ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ മത്തൻ വെന്ത് വന്നിട്ടുണ്ട്. ചൂടാറിയതിനു ശേഷം മത്തൻ്റെ തൊലി കളഞ്ഞ് ഫ്രീസറിൽ പഴത്തിനോടൊപ്പം 1 മണിക്കൂർ തണുപ്പിക്കാൻ വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഈ തണുപ്പിച്ച മത്തൻ ഒരു മിക്സിയിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ച ഈത്തപ്പഴം, അണ്ടിപ്പരിപ്പ്, തേങ്ങാപ്പാൽ, തണുപ്പിച്ച് വെച്ച പഴം, സിനമോൺ പൗഡർ ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സിയിൽ തിക്ക് പേസ്റ്റായി അടിച്ചെടുക്കാം. ഇത് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിതിൽ തീരെ വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർത്താൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ സ്മൂത്തി ലൂസായി ജ്യൂസ് പരുവം പോലെ ആകും. അതല്ല നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി. ഇതൊരു സ്മൂത്തി ബൗളാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് തിക്കായി അടിച്ചെടുക്കാം. അതിനാണ് നമ്മൾ പഴവും മത്തനും നേരത്തെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചത്. അപ്പോൾ നമ്മൾ സ്മൂത്തി നന്നായി തിക്ക് പേസ്റ്റായി അടിച്ചു വന്നിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൽ ചിരകിയ തേങ്ങ, ഓട്സ്, ചിയ സീഡ്സ്, പഴം അരിഞ്ഞത് ഇവ ചേർത്ത് ഗാർണിഷ് ചെയ്ത് കഴിക്കാം. ഗാർണിഷ് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ച സാധനങ്ങൾ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് അതിന് പകരമായി വീട്ടിലുള്ള ബദാമോ ഫ്ലാക്സ് സീഡോ മറ്റ് ഡ്രൈ ഫ്രൂട്ട്സോ ഉപയോഗിച്ചും ഇത് കഴിക്കാം. ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കിത് വളരെ ഇഷ്ടമാകും. ഇനി വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നതുവരെ, ദിസ് ഈസ് അമാനോസ് കിച്ചൺ സൈനിങ് ഓഫ്.